തട്ടിയ കോട്ടകൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ബാലുശ്ശേരി, ധർമ്മടം, പേരാമ്പ്ര, ആറന്മുള, അമ്പലപ്പുഴ, ഏറ്റുമാനൂർ, വൈക്കം, ഇടുക്കി, ഉടുമ്പൻചോല, പീരുമേട്, കോങ്ങാട്, എലത്തൂർ, നാദാപുരം, തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ, ഉദുമ. നോക്കൂ, തളിപ്പറമ്പ്, പയ്യന്നൂർ, മട്ടന്നൂർ എന്നൊക്കെ പറയുന്നത്, ധർമ്മടം എന്നൊക്കെ പറയുന്നത് എല്ലാ കാലത്തെയും ഉറച്ച കോട്ടയാണ്. ഒന്നും തിരിഞ്ഞു നോക്കേണ്ടതില്ലാത്ത ഇടമാണ്. ഇവിടങ്ങളിൽ നിന്ന് ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ, ഉയർന്ന ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് ഈ പാർട്ടി നൽകിയത്? അതിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നുണ്ടായിരിക്കുന്നത്. പാർട്ടി സഖാക്കൾ തന്നെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പാർട്ടി നന്നായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതിൽ ആരോപണം ഉന്നയിച്ച, ഗുരുതരമായ ആരോപണം ഉന്നയിച്ച പാർട്ടി തന്നെ ചുമതലയേൽപ്പിച്ച് കണക്കുകൾ പരിശോധിച്ച് കണക്ക് നൽകിയ കുഞ്ഞികൃഷ്ണനെ എങ്ങനെയാണ് അപമാനിച്ചത്? എം സ്വരാജിനെ പോലുള്ള നേതാവ് അദ്ദേഹത്തിനെ കള്ളൻ എന്ന് വിളിച്ചില്ലേ? ഒരു കള്ളന് മറുപടി പറയേണ്ടയില്ല എന്ന് പറയുമ്പോൾ ഇതാ ജനം ആർക്കാണ് മറുപടി കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. കള്ളൻ എന്ന കുഞ്ഞികൃഷ്ണനെ വിളിച്ചപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഇവിടെ പയ്യന്നൂരിൽ മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയും ധാർമ്മികതയുടെ പ്രശ്നം കൂടിയാണ്. സത്യസന്ധനായ ഒരു നേതാവ് അല്ലെങ്കിൽ നേതാക്കൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കിട്ടാത്തപ്പോൾ ജനം മറുപടി നൽകും എന്നുള്ളതാണ് കാണുന്നത്. എല്ലാ കോൺഗ്രസ് നേതാക്കളും വലിയ വിജയം നേടുമ്പോൾ TN പ്രതാപൻ മാത്രം മണലൂരിൽ 1110 വോട്ടുകൾക്ക് പിന്നിലാണ്. കരുത്തനായ രവീന്ദ്രനാഥിനോട് 1110 വോട്ടുകൾക്ക് പിന്നിലാണ്. രവീന്ദ്ര മാഷാണ് അവിടെ 1110 വോട്ടുകൾ. നേമത്ത് ലീഡ് ഉയർത്തി രാജീവ് ചന്ദ്രശേഖരൻ 4324 വോട്ട് ലീഡ്. ഏകദേശം നിയമം ബി ജെ പി പിടിക്കുന്നു എന്ന തോന്നലാണ്. രാജീവ് ചന്ദ്രശേഖർ 4324 വോട്ടിന്റെ ലീഡ് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. തളിപ്പറമ്പിൽ ലീഡ് ഉയർത്തുന്നു UDF എന്നുള്ളതാണ്. 6428 വോട്ടിന്റെ ലീഡ് ഇപ്പോൾ TK ഗോവിന്ദൻ 4ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ സംഭവിച്ചത്. മറ്റൊന്ന്, ധർമ്മടത്ത് ഇനി എണ്ണാനുള്ളത് UDF ശക്തി കേന്ദ്രമാണ് കേട്ടോ. അപ്പോൾ അവിശ്വസനീയമായ വിധം കേരളം അല്പസമയത്തിനുള്ളിൽ കേൾക്കുമോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തോറ്റു, PK ശ്യാമള തോറ്റു, ഇടതു കൺവീനർ TP രാമകൃഷ്ണൻ തോറ്റു, വ്യവസായ വകുപ്പ് മന്ത്രി തോറ്റു, ധനമന്ത്രി തോറ്റു എന്നൊക്കെയാണോ ഇനി കേരളം കേൾക്കാൻ പോകുന്നത്? 1 ഡസനിലധികം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇടതു കൺവീനറും തോറ്റ് പരാജയമടയുന്ന തെരഞ്ഞെടുപ്പായി ചരിത്രം വിധി എഴുതാൻ പോവുകയാണോ? കാത്തിരിക്കുക. ഇത് ആരും പ്രതീക്ഷിക്കാത്ത അടിപതർച്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അടിവേരിളകുന്നു CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ. ഡോക്ടർ അരുൺ, ഒരു കാര്യം കൂടിയുണ്ട്. മട്ടന്നൂരിൽ KK ശൈലജ നിർത്തിയിരുന്നെങ്കിൽ അവിടെ വിജയം ഉറപ്പായിരുന്നു. KK ശൈലജയ്ക്ക് വിജയിക്കാത്തൊരു സ്ഥലം നൽകുകയും അവിടെ നിന്നും വിജയം കൊണ്ടുവരാൻ വേണ്ടി KK ശൈലജ എന്ന വനിതാ നേതാവിനെ നിർത്തിയപ്പോൾ അതൊരു ചോദ്യമായി അന്ന് ഉയർന്നതാണ്. ധർമ്മടം പോലെ വിജയിക്കുന്ന ഇടങ്ങളിൽ നേതാക്കൾ നിൽക്കുന്നു, പക്ഷെ അവിടെയും പോകുന്ന കാഴ്ചയാണ്. ഒരുപക്ഷെ അവിടെ പിന്നിൽ ഒരുപക്ഷെ ഇപ്പോൾ മട്ടന്നൂരിൽ KK ശൈലജ ആയിരുന്നെങ്കിൽ KK ശൈലജയ്ക്ക് വിജയിക്കാൻ സാധിക്കുമായിരുന്നു. വീണ്ടും ലീഡ് ഉയർത്തി G സുധാകരൻ 5921 വോട്ട് ലീഡ്. പാണക്കാട്ടെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കൊടുക്കാം. വലിയ ഹാരാർപ്പണം നടത്തുന്നു. 10 വർഷത്തിന് ശേഷമാണ് അല്ലേ അതാ ലീഗ് നേതാക്കൾക്ക് മാലയിടുന്ന കാഴ്ച. പച്ച പതാക, പടരുന്ന പച്ചപ്പ്, വലിയ മാലയാണ്, ഭാരമുണ്ട്. അതിനിടയ്ക്ക് PMA സലാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 2ാം നമ്പർ കാർ ഇങ്ങനെ വരുന്നത്, ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം. പക്ഷേ വിസ്മയങ്ങളിൽ PK ശശി പരാജയപ്പെടുകയാണ്. വ്യവസായ വകുപ്പിനും അങ്ങനെ തന്നെയായിരുന്നു. ഈ വിസ്മയങ്ങളിൽ UDF-ന്റെ കോൺഗ്രസിന്റെ വിസ്മയങ്ങളിൽ PK ശശിക്ക് തിരിച്ചടി ഉണ്ടാവുകയാണ്. ഒറ്റപ്പാലത്ത് LDF-ആണ് വിജയത്തിലേക്ക് പോകുന്നത്. 18,000 വോട്ടായി. അല്ല, PK ശശി LDF അവിടെ 18,978 വോട്ടുകൾക്ക് പ്രേംകുമാർ വിജയിക്കാൻ പോകുന്നു. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഉയർത്തിയിരിക്കുന്നത് പ്രേംകുമാർ എന്നുള്ളതാണ്. അതായത് UDF-ന് തെറ്റിപ്പോയ ഒരേ ഒരു കണക്ക് PK ശശിയെ പാർട്ടിയിലേക്ക് എടുത്തതാണ്, PK ശശിയെ സ്ഥാനാർത്ഥിയാക്കിയതാണ്. ഒറ്റപ്പാലത്ത് അവിടെ പ്രേംകുമാറിന് ഇത്രയും വലിയ ഭൂരിപക്ഷം കൊടുത്തത് UDF-ന്റെ തെറ്റായ തീരുമാനമാണ്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ വിവിധരെയും ഒപ്പം കൂട്ടിയ സർജിക്കൽ സ്ട്രൈക്ക് UDF-ന് ഗുണം ചെയ്തിരിക്കുന്നു. ഒറ്റപ്പാലത്ത് PK ശശിയെ മാത്രം ഇപ്പോൾ ജനം കൈവിട്ടിരിക്കുന്നു. എലത്തൂരിൽ 5ാം റൗണ്ടിലും ശശീന്ദ്രനെ പിന്നിലാക്കി വിദ്യാ ബാലകൃഷ്ണൻ 5465. ബിന്ദു കൃഷ്ണയുണ്ട്, ഷാനിമോൾ ഉണ്ട്, വിദ്യാ ബാലകൃഷ്ണനുണ്ട്, ഫാത്തിമ തഹ്ലിയുണ്ട്, KK രമയുണ്ട്. 5 വനിതകൾ നിലവിലുണ്ട്. 5 ഉള്ളൂ, അല്ല ഇനിയുമുണ്ട്. നമ്മുടെ കോങ്ങാട് നിന്നും തുളസിയുണ്ട്. അല്ല, ഉടുമ്പൻചോലയൊക്കെ ഒലിച്ചുപോയി. ലീഗിന്റെ ഇന്നത്തെ ദിവസം നോക്കൂ. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജന്മവാർഷികം കൂടിയാണ് കേട്ടോ.
ഇപ്പോൾ അർജുൻ ഖലേഡുണ്ട്. അർജുൻ ഖലേഡ്, എന്താണ് കണ്ണൂരിൽ സംഭവിക്കുന്നത്? ഇന്നേ വരെ CPM-ന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്ത അടിയൊഴുക്കുകൾ സംഭവിക്കുന്നു. ഏതു കൊടുങ്കാറ്റിലും ഇളകാത്ത കോട്ടകൊത്തളങ്ങൾ ഇളകുന്നു. ഇതെന്താണ് ധർമ്മടത്ത് സംഭവിക്കുന്നത്? മട്ടന്നൂരിൽ സംഭവിക്കുന്നത്? പയ്യന്നൂരിൽ സംഭവിക്കുന്നത്? ഉദുമയിലൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഡോക്ടർ അരുൺകുമാർ, CPM-ന്റെ കോട്ടകൾ ഒന്നാകെ തന്നെ ഇളകുന്ന കാഴ്ചയാണ് കണ്ണൂരിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. പയ്യന്നൂരിൽ, തളിപ്പറമ്പിൽ, മട്ടന്നൂരിൽ മുഖ്യമന്ത്രി മത്സരിച്ച ധർമ്മടത്ത് പോലും വോട്ട് ചോർച്ച, അടിയൊഴുക്ക് അതിശക്തമാണ് എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി 6ാമത്തെ റൗണ്ടിലും പിന്നിൽ തന്നെ തുടരുകയാണ്. അതായത് ഇനി എണ്ണാനുള്ളത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണെന്ന ആശ്വാസം CPM-നെ സംബന്ധിച്ച് പറയാൻ വേണ്ടി കഴിയുമെങ്കിൽ കൂടിയും അതിനും അപ്പുറത്തേക്ക് പ്രധാനമായും കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ലീഡെടുത്തിട്ടുള്ള പഞ്ചായത്തുകളിലേക്ക് ബഹുദൂരം പിന്നിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഒലിച്ചു പോകുന്നു കോട്ടകൾ എന്നുള്ളതാണ്. കോട്ടകൊത്തളങ്ങൾ ഇടിക്കുന്നു.